Hi dear friends, it's Shalini. Good morning and I'm here with Easy English. അപ്പോൾ ഇന്ന് ടീച്ചർ ഇംഗ്ലീഷ് പഠിക്കാനുള്ള 3 വഴികൾ പറഞ്ഞു തരാം. ഓക്കെ, 3 ways to learn English. അപ്പോൾ ഇംഗ്ലീഷ് ഒരു ഭയങ്കര ഭാഷയായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. ആർക്കും പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ഭാഷയാണ് ഇംഗ്ലീഷ്. അപ്പോൾ നമ്മുടെ മലയാളം പോലെയോ തമിഴ് പോലെയോ ഒന്നും വലിയ പൈതൃകമൊന്നും അവകാശപ്പെടാൻ ഇല്ലാത്തൊരു ഭാഷ. അപ്പോൾ അതില് പല ഭാഷകളിൽ നിന്ന് ബ്രിട്ടീഷുകാർ പോയ സ്ഥലത്തുള്ള എല്ലാ ഭാഷയിൽ നിന്നും കുറച്ച് അടർത്തിയെടുത്ത് അതെല്ലാം ചേർത്തിട്ടാണ് ഇംഗ്ലീഷ്. അപ്പോ ഇംഗ്ലീഷ് പഠിക്കാനുള്ള ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് വേണ്ടത് അതിനുള്ള മനസ്സും. എല്ലാവർക്കും ഇംഗ്ലീഷ് പഠിക്കണം, പക്ഷെ ആർക്കും അതിന് സമയം കണ്ടെത്താൻ അല്ലെങ്കിൽ അതിനു വേണ്ടിയുള്ള ഹാർഡ് വർക്ക് ചെയ്യാൻ, കഠിനാധ്വാനം ചെയ്യാനുള്ള ഒരു മനസ്സില്ല. നിങ്ങൾ കൃത്യമായിട്ട് എല്ലാ ദിവസവും ഒരു 10 മിനിറ്റ് ഇംഗ്ലീഷ് പഠിക്കാൻ മാറ്റി വെക്കൂ. അതിന് വേണ്ടിയിട്ടുള്ള ആക്ടിവിറ്റീസ് ചെയ്യൂ, വീഡിയോസ് കാണൂ, ഓഡിയോസ് കേൾക്കൂ. എന്താണ് ബുദ്ധിമുട്ട്? ഒരു ബുദ്ധിമുട്ടുമില്ല, പെട്ടെന്ന് പഠിച്ചെടുക്കാം. മനസ്സിലായോ? അപ്പോ ആദ്യം മനസ്സ്, രണ്ടാമത് ബേസിക്സ്. ഒരുപാട് വീഡിയോസ് ഉണ്ടല്ലേ ഓൺലൈനിൽ, പക്ഷെ നിങ്ങൾക്ക് അത് മനസ്സിലാവണമെങ്കിൽ നിങ്ങളുടെ ബേസിക്സ് കറക്റ്റ് ആയിരിക്കണം. അതിനെന്താ ചെയ്യുക? വീടിന്റെ തൊട്ടടുത്ത് 1ാം ക്ലാസ്സിലോ UKGയിലോ 2ാം ക്ലാസ്സിലോ ഒക്കെ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ അവരുടെ പുസ്തകങ്ങൾ വാങ്ങി വായിക്കും. ആ പുസ്തകങ്ങളില് ബേസിക്സ് മുതലുണ്ട്. ടീച്ചറിന്റെ വീഡിയോസിലെല്ലാം ബേസിക്സ് മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ബേസിക്സ് കറക്റ്റ് ആയിട്ട് മാത്രമേ നമുക്ക് അതിന്റെ മുകളിൽ എന്ത് വേണമെങ്കിലും പടുത്തുയർത്താൻ പറ്റുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ബേസിക്സ് കറക്റ്റ് ആവണം. ആദ്യം ബേസിക്സ് കറക്റ്റ് ആവാൻ നിങ്ങൾ ഏറ്റവും ബേസിക് ഗ്രാമർ ബുക്സ് അല്ലെങ്കിൽ 1ാം ക്ലാസ്സിലെയും 2ാം ക്ലാസ്സിലെയും UKGയിലേക്ക് പുസ്തകങ്ങൾ ആദ്യം വായിച്ചു തുടങ്ങണം. മനസ്സിലായോ? ഇല്ലെങ്കിൽ ഇങ്ങനത്തെ ബേസിക്സ് ഉള്ള വീഡിയോസ്, ടീച്ചറിന്റെ വീഡിയോസ് കാണൂ, എന്നും കാണൂ, സബ്സ്ക്രൈബേഴ്സ് കൂടട്ടെ, വാച്ച് ടൈം കൂടട്ടെ. ഓക്കെ, അപ്പോ 2 ബേസിക്സ് കറക്റ്റ് ആയിരിക്കണം. 3 നിങ്ങൾ സംസാരിക്കണം. ഓപ്പർച്യൂണിറ്റീസ്, നിങ്ങൾക്ക് എന്ത് അവസരങ്ങൾ ഉണ്ടെങ്കിലും അത് സംസാരിച്ചെടുക്കണം. എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. ആൾക്കാരോട് സംസാരിക്കാൻ പേടി, ആളുടെ ഫേസ് ചെയ്യാൻ പേടി. ആ പേടി മാറ്റിയെടുക്കാൻ വർഷങ്ങളുടെ അധ്വാനം. കാരണം നമ്മൾ കുഞ്ഞിലേ ഞങ്ങളെ ഗ്രൂം ചെയ്തിരുന്നു. നമ്മളെല്ലാം കുഞ്ഞിലേ ടീച്ചേഴ്സ് കൃത്യമായിട്ട് നമ്മളെ ഗ്രൂം ചെയ്തിരുന്നുവെങ്കിൽ നമുക്കൊന്നും ഈ പേടിയോ. അപ്പൊ എൻ്റെ സ്കൂളിലെ കുട്ടികൾക്ക് ആരോട് സംസാരിക്കാൻ പേടിയില്ല. അവർക്ക് സ്റ്റേജിൽ സംസാരിക്കാനോ അല്ലെങ്കിൽ പേടിയില്ല. അങ്ങനെയാണ് ഞങ്ങൾ ഗ്രൂം ചെയ്യുന്നത്. അപ്പൊ ആ പേടി മാറ്റാൻ എന്താണ് ചെയ്യേണ്ടത്? നമുക്ക് കിട്ടുന്ന അവസരങ്ങളെല്ലാം ഉപയോഗപ്പെടുത്തി കൃത്യതയോടുകൂടി സംസാരിക്കുക. മനസ്സിലായോ? അപ്പൊ നമുക്ക് കിട്ടുന്ന അവസരങ്ങളെല്ലാം പ്രയോജനപ്പെടുത്തി എല്ലാ ദിവസവും ആരോടെങ്കിലും സംസാരിക്കുക. ആരെയും കിട്ടുന്നില്ല ടീച്ചറെ സംസാരിക്കാൻ, നിങ്ങൾക്ക് വേറെ ആര് വേണം? നിങ്ങൾ തന്നെ പോരെ. കണ്ണാടിയോട് സംസാരിക്കൂ, കണ്ണാടിയെ നിങ്ങളോട് സംസാരിക്കൂ. ഏറ്റവും വലിയ മോട്ടിവേറ്റർ നിങ്ങൾ തന്നെ ആയിരിക്കണം. അപ്പോ ടീച്ചറിന്റെ കൂടെ ഇംഗ്ലീഷ് എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യുമോ? Okay, thank you. So practice because English is an easy language to learn. Bye bye.